3 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ താമരശ്ശേരി ചുരം നിയന്ത്രണങ്ങളോടെ തുറന്നു. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ചുരത്തിൽ നിയന്ത്രണമുള്ളത്. വീണ്ടും മഴ ശക്തമായാൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്താനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ ഭാരം കുറഞ്ഞ വാഹനങ്ങളും അവശ്യ സർവീസുകളും ഇരുദിശകളിലേക്കും കടത്തിവിട്ടു. മൾട്ടി ആക്സിൽ വാഹനങ്ങൾ ഒഴികെ KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള മറ്റു വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി പോകുന്നുണ്ട്. അപകട സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ചുരത്തിലെ വ്യൂ പോയിന്റിൽ യാത്രക്കാർക്കും സഞ്ചാരികൾക്കും വിലക്കേർപ്പെടുത്തി. ഇവിടെ ആരും നിൽക്കാനോ വാഹനങ്ങൾ നിർത്താനോ പാടില്ലെന്നാണ് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ മഴ ശക്തമാവുകയാണെങ്കിൽ വാഹനങ്ങൾക്ക് വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തും. ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിപണി ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ അവശ്യ വസ്തുക്കളും അല്ലാത്ത വസ്തുക്കളും ഒക്കെ കൊണ്ടുവരേണ്ടതായിരിക്കുന്നൊരു പ്രധാനപ്പെട്ട സമയമാണത്. അതിന് വേണ്ടിയിട്ടുള്ള അപ്പം നേരത്തെ പറഞ്ഞല്ലോ, വാഹനങ്ങളുടെ അമിതമായ ആധിക്യം ഇല്ലാതെ ഒരു വൺ വേ ആയി ഇത് ക്രമീകരിക്കാനുള്ള നടപടി എടുത്താൽ മതി. അതുകൊണ്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പാസേജ് ഒരുക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, പൂർണ്ണമായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള പരിശോധന നടക്കുക. ആ പൂർണ്ണ പരിശോധന ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന മൾട്ടി ആക്സിൽ വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞു. എന്നാൽ വയനാട് ഭാഗത്തു നിന്നും യഥേഷ്ടം ഇത്തരം വാഹനങ്ങൾ കോഴിക്കോടെത്തുന്നുണ്ട്. ഇതിനെതിരെ മൾട്ടി ആക്സിൽ വാഹന ഡ്രൈവർമാർ രംഗത്തെത്തി. അവശ്യ വസ്തുക്കളുമായി പോകുന്ന മൾട്ടി ആക്സിൽ വാഹനങ്ങളെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കും എന്നായിരുന്നു MLA ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നത്. നിലവിൽ വയനാട് ജില്ലയിലേക്ക് മൾട്ടി ആക്സിൽ വാഹനങ്ങൾ കടത്തിവിടാത്തൊരവസ്ഥയും, നിലവിൽ വയനാട് ജില്ലയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് ചുരം ഇറങ്ങിക്കൊണ്ട് മൾട്ടി ആക്സിൽ വാഹനങ്ങൾ കടന്നു വരികയും ചെയ്യുന്നുണ്ട്. ഈ കിടക്കുന്ന നിങ്ങളെ പിന്നിലായി കിടക്കുന്ന എത്രയോ വാഹനങ്ങൾ, 100-ലധികം വാഹനങ്ങൾ, പല ആവശ്യങ്ങളുള്ള വാഹനങ്ങളുണ്ട്. അതിൽ കൃഷി ആവശ്യങ്ങൾക്കുള്ള, നിർമ്മാണ മേഖലയിലൊക്കെ ഉള്ളത്, ബെക്കോൻ്റെ ലോഡുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. നേരെ മറിച്ച് അവിടെ നിന്ന്, അതായത് വയനാട് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് നിരന്തരം മൾട്ടി ആക്സിൽ വിടുന്നുണ്ട്. വൺ സൈഡ് വിടുകയും ഒരു സൈഡ് വിടാതിരിക്കുന്നുള്ള നിലപാട് എന്താണെന്നുള്ള മനസ്സിലാകുന്നില്ല. കോഴിക്കോട് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വയനാട്ടിൽ നിന്നും യഥേഷ്ടം ഇത്തരം വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്നുണ്ട്. കോഴിക്കോട് നിന്നും ഒരു വാഹനം പോലും ഇതുവരെ കയറ്റിവിട്ടിട്ടില്ല. 3 ദിവസത്തിലധികമായി ഇവിടെ തമ്പടിക്കുന്ന ഡ്രൈവർമാരാണ് എൻ്റെ പുറകിലുള്ളത്. ഇവരെ എത്രയും വേഗം കയറ്റിവിടണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോലും നിലവിൽ ഇവർക്ക് സൗകര്യമില്ല. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. നമുക്ക് ഓണം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ സാധനത്തിന് കാര്യത്തിലൊക്കെ വില കൂടുകയാണ്. ഈ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലല്ലേ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. ഞാൻ ഇന്നലെ രാത്രി 11 മണിക്ക് ഇവിടെ വന്നതാണ്. ലോഡ് വളമാണ്, തോട്ടമേഖലയിലേക്കുള്ളതാണ്. അവർ പറയുന്നത് അവരെ കളക്ടർ ഓർഡറാണ് വിടരുത് എന്നുള്ളത്. പക്ഷെ കളക്ടർ ഓർഡർ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിന് ആ ഓർഡർ ഒന്നുമില്ല എന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാനിപ്പോൾ 3 ദിവസം കഴിഞ്ഞു. സാധനം സിമെൻറ്റാണ്. ഇപ്പോൾ ഈ മഴയും വെള്ളത്തിലും അത് കിടന്നു കഴിഞ്ഞാൽ കട്ടയായി പോകത്തില്ലേ. പാർട്ടിക്ക് ഇറക്കാനുള്ള സിമെൻറ്റാണ്, പനമരം ഇറക്കാനുള്ള. നമ്മൾ RC ബുക്കിൻ്റെ കോപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് പോയി. മേടിച്ചുകൊണ്ട് തട്ടല പോകാൻ നേരം തരത്തോളം എന്നാണ് അവർ പറയുന്നത്. കോഴിത്തീറ്റയാണ്. ഫാമിൽ കോഴിത്തീറ്റില്ല. കോഴിക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇന്ന് വെളുപ്പിന് 2 മണിക്ക് വന്നതാണ്. ഇവർ പറഞ്ഞ സാർ ഫോൺ എടുക്കില്ല. അവർ പറഞ്ഞാൽ മാത്രം വിടുകയുള്ളൂ പറയുന്നത്. മുകളിൽ നിന്ന് വണ്ടികൾ ഇറക്കി വിടുന്നുണ്ട്. ഇന്നലെ രാത്രി 9 മണി മുതൽ വണ്ടി ഇറക്കി വിടുന്നുണ്ട്. ഇന്ന് രാവിലെ 6 മണി വരെ വണ്ടികൾ പോകുന്നുണ്ട്. ഇപ്പോഴും പോകുന്നുണ്ട് വണ്ടികൾ. ഇപ്പം കുടുങ്ങിക്കിടക്കുന്ന, ഇന്നലെ മിഞ്ഞാന്നുമായിട്ട് കുടുങ്ങിക്കിടക്കുന്ന വണ്ടികളെ വിടാനുള്ളൊരു സംവിധാനം മേലോട്ടുണ്ടാക്കുക. താഴോട്ട് കംപ്ലീറ്റ് വണ്ടി വിട്ടെന്നാണ് ഇപ്പോൾ വന്നത്. വൈത്തിരി ഭാഗത്ത് ലേശം വണ്ടികളൊക്കെ വിട്ടു കഴിഞ്ഞു. ഇപ്പം വൈത്തിരി ഭാഗത്ത് നിന്ന് ചുണ്ടേന്ന് വണ്ടി തിരിച്ചിങ്ങനെ അതിൽ വിടുന്നുണ്ടായിരുന്നു. ഓക്കെ, താമരശ്ശേരിയിൽ നിന്ന് 16 വീല് വണ്ടി ഇങ്ങോട്ട് വിടണ്ട, അവിടെ തിരിച്ചു വിട്ടോട്ടെ. ഇവിടെ ഉള്ള വണ്ടികൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് കടത്തി വിടുക. കാരണം 2-3 ദിവസമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.